അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ ദൂതരെയും നിങ്ങൾ അനുസരിക്കുക. എന്തേ അള്ളാഹിനനുസരിക്കുക എന്ന് പറഞ്ഞിട്ട് വിട്ടുപോകാത്തത്? അതിനോട് ചേർത്തി അല്ല പറയുന്നു വാത്തിഉർ റസൂല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക. അയ്യഖൂലു, അവർ പറയും സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. എന്താണ് ഈ വാക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്? അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ എത്രയേ കേട്ടതാണ്, കുറേ മുമ്പത്തെ ഒരു ഖുതുബയിലും കേട്ടതാണ്, വേറൊരു ക്ലാസ്സിൽ കേട്ടതാണ്, ഞാൻ തന്നെ പലപ്പോഴും അതൊക്കെ ചോദിച്ചറിഞ്ഞ കാര്യമാണ്. കേൾവി നടന്നു, പക്ഷേ ആ കേൾവി മനസ്സുകൊണ്ടായില്ല എന്നതാണ് പ്രശ്നം. മനസ്സുകൊണ്ട് കേട്ടില്ല, കാതുകൊണ്ടുള്ള താൽക്കാലിക കേൾവിയായി ഒതുങ്ങി. അതല്ല, മനസ്സുകൊണ്ട് കേൾക്കണം. താൽക്കാലിക കേൾവി എന്നത് വിശ്വാസികളുടെ സ്വഭാവമല്ല, അത് കപടന്മാരുടെ സ്വഭാവമായി ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. അവർ പറയും, ഓ ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅസൈന, ഞങ്ങൾ ധിക്കരിച്ചിരിക്കുന്നു. വളരെ ലാഘവത്തോടെ അവർ പറയും. വിശ്വാസികൾ ഉറപ്പിച്ചു പറയും, സമിഅന വഅതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സിറാത്തുൽ മുസ്തഖീം തെളിഞ്ഞു കിട്ടിയിട്ട് അതിന് എതിരായി വിപരീതമായി ഒരാൾ നിന്നാൽ അല്ല പറയുന്നു നുവല്ലിഹി മാ തവല്ല, അവൻ ഇഷ്ടപ്പെട്ട റൂട്ടില്ലേ, വഴിയില്ലേ, അവിടേക്ക് അല്ല തന്നെ തിരിച്ചുവിടും, പൊയ്ക്കോന്ന് പറയും. അവൻ പോലും വിചാരിക്കാതെ ആ വഴി എളുപ്പമായി കിട്ടും. എന്തേ? അവൻ്റെ ആഗ്രഹം തന്നെ അതാണ്. നുവല്ലിഹി മാ തവല്ല, തിരിഞ്ഞ ഭാഗത്തേക്ക് അവൻ തിരിച്ചുവിടും. അള്ളാഹു തിരിച്ചട് വിടും. കാരണം അല്ല പറഞ്ഞിടത്ത് നിൽക്കാൻ ഓന് വയ്യ. അതാണ് ഹറജം മിമ്മാ ഖളൈത്, മനക്ലേശമുണ്ടാകാൻ പാടില്ല. മനക്ലേശം അതാണ് പലപ്പോഴും വരിക. ഒരു കല്യാണ വീടാണ്, ഇവിടെ ഇപ്പം എങ്ങനെ ആകണമെന്ന് പറഞ്ഞാൽ ഇത് ഒരു സന്തോഷത്തിൻ്റെ സമയമല്ലേ, ആനന്ദിക്കേണ്ട നേരല്ലേ. ഇവിടെ ഒരു മ്യൂസിക്കുള്ള പാട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആലോചിക്കുക. ഡ്രസ്സ് വേഷമൊന്നും ഇങ്ങനെ ആകുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഇവിടെ ആകപ്പാടെ കൂടിക്കലർന്ന് എല്ലാവരും ഇടപഴകി നടക്കുന്നൊരവസ്ഥ വേണ്ടാന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര ശ്രദ്ധിക്കണം, സൂക്ഷ്മത പുലർത്തണം. മ്യൂസിക് എന്ന ഹറാമ് നിറഞ്ഞ കാപഢ്യം മനസ്സിലേക്ക് കുത്തിത്തരുന്ന ആ വിഷം അത് പാടില്ല. നമ്മുടെ നിക്കാഹ് എന്ന ആരാധനയുടെ സരസ്സിലത് പാടില്ല. നിക്കാഹ് ഇബാദത്താണ്, അത് ഇഖ്ലാസോടെയും ഇത്തിബായോടെയും നടത്തപ്പെടണം. ഒരു വലിയ കാര്യമാണ് അവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. മീസാഖൻ ഖലീല, ഉറച്ച ഒരു കരാറാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഹറാമിനെ കുത്തിവെക്കാൻ പാടില്ല. ചില ആളുകൾ പ്രകൃതിയിൽ കിളികൾ പാടുന്നില്ലേ, അരുവികൾ കളകളാ ഒഴുകുന്നില്ലേ, കാറ്റടിക്കുമ്പോൾ ചെറിയ ചെറിയ ശബ്ദമുണ്ടാകുന്നില്ലേ, അതൊക്കെ മ്യൂസിക്കല്ലേ? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ കലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഉറപ്പിച്ച് നിഷിദ്ധമെന്ന് പറഞ്ഞ ഒരു കാര്യത്തെ അനുവദനീയമാക്കാൻ ഓരോരുത്തർ ചോദ്യമാണ്. ബസ്സിൽ പോകുമ്പോൾ പാട്ടില്ലേ, അങ്ങാടിക്കറുമ്പോൾ പാട്ടില്ലേ, അതിന് നമ്മൾ കുറ്റക്കാരാ? നമ്മളാ പാട്ടിടുന്നത്? നമ്മളാണോ അത് പിന്നെ സംഘടിപ്പിക്കുന്നത്? നമുക്ക് ആ ബസ് ഒഴിവാക്കി വേറെ ബസ്സിൽ കയറിക്കൂടെ? എല്ലാം ഉണ്ട്. ഇനി ആ ബസ്സിൽ പോകേണ്ടി വന്നു, പ്രശ്നമുണ്ടോ? നമ്മൾ ആ പാട്ട് കേട്ട് ആനന്ദിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളത് മനസ്സിലാക്കി നമ്മളെ കാര്യം നോക്കി ഒന്നുകിൽ ഉറങ്ങുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആലോചിക്കുന്നു, അടുത്തുള്ളവരോട് വർത്തമാനം പറയുന്നു. ഒരു ഹലാലിനെ, ഒരു ഹറാമിനെ ഹലാലാക്കാൻ ചില ആളുകൾ വെപ്രാളപ്പെടുന്ന രീതിയാണ് കുയിലിൻ്റെ പാട്ടും അതുപോലെ അരുവികളെ ഒഴുക്കൊക്കെ അല്ലേ. ഒമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് എന്ന ആയത്തിലെ ലഹുൽ ഹദീസ്, അതിൻ്റെ ആദ്യ വിശദീകരണം മ്യൂസിക്കാണ്. വല്ലദീന ലാ യശ്ഹദൂന സൂറ, മ്ലേച്ഛമായ കാര്യങ്ങൾക്ക് അവർ സാക്ഷികളാവുകയില്ല എന്ന സൂറ് എന്തിനെ പറ്റിയാണ്? മ്യൂസിക്കിനെ പറ്റിയാണ്. ഖുർആൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്തഹില്ലൂനൽ ഹിർറ വൽ ഹരീറ, മ്യൂസിക്കിനെയും പട്ടിനെയും ഹലാലാക്കുന്ന ആളുകൾ ലോകം അവസാനിക്കുന്ന നേരത്ത് കടന്നു വരും.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അങ്ങനെയൊക്കെ ഉണ്ട്, ആ ഹദീസൊക്കെ ഉണ്ട്, അത് കേൾക്കുക, ഒഴിവാക്കുക. എന്താ അർത്ഥം? ഈമാനിന് പകരം കാപഢ്യം അവരെ മനസ്സിൽ കുടിയിരുന്നു, അവിടെ സീറ്റ് ഉറപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ പാടില്ല. അയ്യഖൂലു സമിഅനാ വഅതൈനാ ഹറജം മിമ്മാ ഖളൈത. ഇസ്ലാം പറഞ്ഞ വിധികളിൽ നമുക്കൊരു മനക്ലേശം ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? വമാ യൻതിഖു അനിൽ ഹവാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭാഗത്ത് ഇങ്ങനെ കാല് കയറ്റി വെച്ചിരുന്നിട്ട് സ്വഹാബികളെ വരും, എനിക്കിന്ന് രാവിലെ തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയല്ല. ജിബ്രീൽ അലൈഹിസ്സലാം സമയബന്ധിതമായി വന്നു, പഠിപ്പിച്ചു കൊടുത്തു. അത് സ്വഹാബത്തിനെ പഠിപ്പിച്ചു. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വ്യക്തമായ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം പഠിപ്പിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഭൗതികപരമായ കാര്യങ്ങളിൽ ഉരുണ്ടുകൂടി അതിലേക്ക് ചുരുട്ടപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് എതിരാകുന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന് നാം നൽകേണ്ട മഹത്വം എത്രത്തോളം വലുതാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി വചനങ്ങളിലൂടെ ആ കാര്യം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്? ആ നിയോഗത്തെ ഉമ്മത്തിലുള്ളവർ ഏത് നിലക്കാണ് സ്വീകരിക്കേണ്ടത്? അതെല്ലാം തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. പ്രവാചകരെ, നാം നിങ്ങളെ നിയോഗിച്ചത് സാക്ഷിയായിക്കൊണ്ടാണ്, ഈ ഉമ്മത്തിന് സാക്ഷിയായിക്കൊണ്ടാണ്. വ മുബശ്ശിറൻ, സന്തോഷവാർത്ത നൽകാനുള്ള പ്രവാചകനായിട്ടാണ്. വ നദീറൻ, താക്കീത് കൊടുക്കുന്ന പ്രവാചകനായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഓരോ പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തിൻ്റെ സാക്ഷികളായി കൊണ്ടുവരപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കുള്ള സാക്ഷിയായി ഹാജരാക്കപ്പെടും. അവിടുന്നിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അസ്ഹാബുകളാണ്, അനുചരന്മാരാണ്. അവർക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഖ്വാനുകളാണ്, സഹോദരങ്ങളാണ്. ഇത് രണ്ടും ഹദീസിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അസ്ഹാബി, എൻ്റെ അനുചരന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങളല്ലാതെ ഇനി ആരാണ്, വേറെ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശേഷം എനിക്ക് ഇഖ്വാനുകൾ വരാനുണ്ട്, സഹോദരങ്ങൾ വരാനുണ്ട്. ആ സഹോദരങ്ങൾ എന്ന ഗണത്തിൽ നമുക്ക് ഇടം കിട്ടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും പരിപൂർണമായി ഉൾക്കൊള്ളാനും സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത ഫർഖുൻ, അവിടുന്ന് വേർതിരിച്ച ആളാണ്. അഥവാ എന്താണ് സത്യം, എന്താണ് അസത്യം, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് നീതി, എന്താണ് അനീതി, ഇത് കൃത്യമായി വേർതിരിച്ച് പഠിപ്പിച്ചു തന്ന ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അതുകൊണ്ടാണ് ഹദീസിൽ അവിടുന്ന് ഫർഖാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തന്ന മതത്തെ
ഹനിക്കാനോ വികൃതമാക്കാനോ ആരെങ്കിലും തുനിഞ്ഞാൽ അവർക്ക് പരലോകത്ത് ഒരു പരിഗണനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയില്ല. നാം എല്ലാവരും കേട്ട് പരിചയിച്ച ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗദുൽ കൗസറിൻ്റെ അടുത്ത് ഉമ്മത്തിനെ കാത്തിരിക്കുന്നുണ്ടാകും. അവിടുന്ന് പറയും, ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്തി എന്ന് പറയും. ആ സമയത്ത് ചില ആളുകൾ തടയപ്പെടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്താണ് എൻ്റെ ഉമ്മത്താണെന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന മറുപടി, ഇന്നക ലാ തദ്രി, പ്രവാചകരെ നിങ്ങൾക്കറിയില്ല അല്ലാഹുവിൻ്റെ ദീനിൽ മതത്തിൽ പുതിയതായി ഇവരെന്തൊക്കെയാണ് ഉണ്ടാക്കിയത് എന്ന് പ്രവാചകരെ നിങ്ങൾക്കറിയില്ല. അത് കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹഖൻ ഫസുഹഖ, വിദൂരത്ത് പോകണം, അകന്നു പോകണം, എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല. ഈ ഹദീസ് പുത്തനാചാരങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെ വിഷയത്തിൽ മാത്രമുള്ളതല്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഏത് കാര്യത്തെ ആര് കേടുവരുത്താൻ നോക്കിയാലും അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽപ്പെട്ടു. ഹലാലായ ഒന്നിനെ ഹറാമാക്കിയാൽ, ഹറാമായ ഒന്നിനെ ഹലാലാക്കിയാൽ, കുഫറിന് വെള്ള പൂശി അതൊന്നും കുഴപ്പമില്ല, എന്തുമാകാം, ഏത് രൂപത്തിലുമാകാം, ദീന് നോക്കണ്ട, ഖുർആൻ നോക്കണ്ട, ഹദീസ് നോക്കണ്ട, അങ്ങനെ ഏത് നിലക്ക് എന്ത് കൊണ്ടുവന്നാലും അതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരിക. അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? അനാചാരങ്ങൾ ഉണ്ടാക്കുക, പുത്തനാചാരങ്ങൾ സൃഷ്ടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യങ്ങൾ നബിചര്യയായി പഠിപ്പിക്കപ്പെടുക എന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ബാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരം അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ ദൂതരിൽ വിശ്വസിക്കുക, വതുഅസ്സിറൂഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി സഹായിക്കുക, അവിടുന്ന് ശക്തി കൊടുക്കുക, വതുഅഖിറൂഹു, അവിടുന്ന് ആദരിക്കുക. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പകർത്തി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക. ആ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സഹായിക്കുക എന്നതാണ് സ്നേഹം. ആ ജീവിതത്തിൻ്റെ അപ്പുറം ചെയ്യാതിരിക്കുക, ആലോചിക്കാതിരിക്കുക എന്നതാണ് സ്നേഹം. ആ ആദരവിനപ്പുറം നമ്മൾ വേറൊന്നിനെ ആദരിക്കണ്ട, ബഹുമാനിക്കണ്ട. അതാണ് സൂറത്തുൽ ഹുജറാത്ത്. ആ സൂറത്തിൻ്റെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പെരുമാറ്റത്തിൽ, അതുപോലെ തന്നെ അവിടുന്നിനോട് സഹവസിക്കുന്നതിൽ നമുക്കുണ്ടായിരിക്കേണ്ട മര്യാദകൾ എന്ത് എന്നാണ് ആ സൂറത്ത് പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ടാണ്, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട്, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി, അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ ദൂതരുടെയും വാക്കുകളെ മറികടന്നുകൊണ്ട് നിങ്ങളെ വാക്കുകളെ നിങ്ങൾ മുന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ഇതാ പറഞ്ഞിരിക്കുന്നു, നബിചര്യയിലൂടെ ഇത് വ്യക്തമാണ്. ഇതെല്ലാം ബോധ്യമായിട്ട്, ഇതെല്ലാം തെളിഞ്ഞിട്ട് മറ്റു വാക്കുകളെയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും മുന്തിക്കുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. അത് അനാദരവാണ്, അത് സ്നേഹമല്ല, വെറുപ്പ് പ്രകടിപ്പിക്കലാണ്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനേക്കാളും ശബ്ദത്തെക്കാളും നിങ്ങളെ ശബ്ദം ഉയരാൻ പാടില്ല. എന്താ അതിൻ്റെ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കേട്ടാൽ പിന്നെ എന്ന് പറഞ്ഞ്, ആവൂ എന്ന് പറഞ്ഞ്, സൗകര്യല്ല എന്ന് പറഞ്ഞ് നമ്മളെ വാക്ക് ഉയരാൻ പാടില്ല. ഇമാം മാലിക് റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് അറിവ് സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ തടിച്ചുകൂടും. ആ തടിച്ചുകൂടിയ ആളുകൾക്ക് മുമ്പിലേക്ക് ഇമാം മാലിക് റഹിമഹുല്ലാ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് വളരെ അദബോടെ ആണ് കടന്നു വരിക. വന്ന ഉടനെ അദ്ദേഹം പറയും, എൻ്റെ സദസ്സിൽ സംസാരം നിഷിദ്ധമാണ്,
ഇവിടെ നിങ്ങൾ മിണ്ടാൻ പാടില്ല. എന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാണ്, അവിടുത്തെ വാക്കുകളാണ്. ആ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കെ നിങ്ങളെ ശബ്ദം അതിന്റെ മുകളിൽ വരാൻ പാടില്ല. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളെ ശബ്ദം ഉയരാൻ പാടില്ല. സാഗൂതം ശ്രദ്ധിക്കണം, മനസ്സിലേക്ക് അതിനെ മെല്ലെ ഇറക്കി വെക്കണം. അതാണ് വത്വഖിറൂഹു, ആ ജീവിതത്തെ ആദരിക്കണം. വിശുദ്ധ ഖുർആൻ ചോദിച്ചല്ലോ, അതുഅല്ലിമൂന അല്ലാഹ ദീനക്കും, നിങ്ങൾ അല്ലാഹ്ക്ക് നിങ്ങൾ ദീൻ പഠിപ്പിക്കുകയാണോ? എന്താണ് ആ ചോദ്യത്തിന്റെ ഗൗരവം? ഒരു കാര്യം നിങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റുമെന്ന് പറയാൻ നിങ്ങൾ അല്ലാഹ്ക്ക് ദീൻ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? ഒരു കാര്യം നിങ്ങൾക്ക് പറ്റിയതാണ് എന്ന് പറഞ്ഞാൽ അത് പാടില്ല എന്ന നിലക്ക് നിങ്ങൾ അല്ലാഹ്ക്ക് ദീൻ പഠിപ്പിക്കുകയാണോ? അങ്ങോട്ട് നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ, പ്രവാചകരെ, നിങ്ങളെങ്ങാനും അവരെ അനുസരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ, അഥവാ സ്വഹാബികൾ പറയുന്നതിനനുസരിച്ച് ദീൻ പറയുക എന്ന ഒരു നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അത് പ്രയാസമുണ്ടാക്കും, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ അവർ ശ്രദ്ധയോടെ കേട്ടു, മനഃപ്പാഠമാക്കി ജീവിതത്തിൽ പകർത്തി. അതാണ് അവിടുന്ന് ജീവിതത്തെ ആദരിക്കുക, ആ ജീവിതത്തോട് നമുക്ക് ബഹുമാനമുണ്ടാവുക എന്ന് പറഞ്ഞാൽ. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അധികരിപ്പിക്കാൻ, അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാൻ വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറയാം. ആ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ, നാം അതിനെ നിലനിർത്തുകയാണെങ്കിൽ, സഹോദരങ്ങളെ, നമുക്ക് ഈ വിഷയത്തെ ഗൗരവത്തിലെടുക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, അന്നഹു മുർസലും മിർ റബ്ബി ഇഖ്താറഹു വസ്തഫാഹു അലൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തു. അല്ലാഹുവിൻ്റെ ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത് അയച്ചു. നമ്മുടെ ഒരു ബക്കറ്റ് വരുന്നുണ്ട്, കഴിയുന്ന പോലെ എല്ലാവരും സഹകരിക്കണം. ബാധ്യതകളില്ലാതെ നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തെരഞ്ഞെടുത്ത് ഒരു ദൂതനായി നമ്മിലേക്ക് അയച്ചു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം, ലോകം അവസാനിക്കുന്നത് വരെ ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം, ലക്ഷക്കണക്കിന് സ്വഹാബികളിൽ ഒരാൾക്കും കിട്ടാത്തത്, ഖുറൈശി പ്രമാണിമാരിൽ മറ്റാർക്കും കിട്ടാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടി. അതിങ്ങനെ ഓർക്കുമ്പോൾ എന്നെക്കാൾ ഏറെ, എൻ്റെ കുടുംബത്തെക്കാൾ ഏറെ, മറ്റെന്തിനേക്കാൾ ഞാൻ സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എന്താണ്? അവിടുന്ന് അഷ്റഫുൽ ഖൽഖാണ്, എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠരാണ്. ഇതാര് കൊടുത്ത ആദരവാണ്? ലോകത്തിൻ്റെ റബ്ബാണ് കൊടുത്തത്. ഇതാര് കൊടുത്ത ബഹുമതിയാണ്? നമ്മുടെ സട്ടാവായ റബ്ബ് കൊടുത്തതാണ്. ഇതാര് കൊടുത്ത പരിഗണനയാണ്? നമ്മുടെ ആരാധ്യനായ അല്ലാഹ് കൊടുത്തതാണ്. അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ്. നോക്കൂ നിങ്ങൾ, തമാശയായി നമുക്ക് തോന്നിയതുപോലെ കാണേണ്ടതും സ്വീകരിക്കേണ്ടതും എടുക്കേണ്ടതുമായ ജീവിതമാണോ? അല്ല എന്നുറപ്പാണ്. അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ്. ആ നിലക്ക് ആ ജീവിതത്തെ നമുക്ക് ബഹുമാനിക്കാനും സ്നേഹിക്കാനും സാധിക്കണം. മൂന്നാമത്തേത്, നാം അറിയണം, അന്നഹു ലഖിയൽ മിഹൻ വൽ മശഖ മിൻ അജ്ലി അൻ യസിൽന ദീന. അല്ലാഹുവിൻ്റെ ദീൻ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രയാസങ്ങൾ, എന്തൊക്കെ പരീക്ഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുവാങ്ങി. നമ്മളൊക്കെ ഒരു ചെറിയ ആക്ഷേപം, ഒരു ചെറിയ കുത്തുവാക്ക്, ഒരു ചെറിയ ഏറ് കിട്ടിയാൽ ആകപ്പാടെ വെപ്രാളപ്പെട്ട് വിരണ്ടോടി പേടിച്ച് ആ നിലക്ക് മാറ്റപ്പെടുന്നവരാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, കുടുംബക്കാരാൽ എറിയപ്പെട്ടു, കാലുകളിൽ നിന്ന് ചോര ഒലിക്കുമാറ് പ്രയാസങ്ങൾ സഹിച്ചു. അതികഠിനമായ തീവ്രമായ പരീക്ഷണങ്ങൾ മാനസികമായും ശാരീരികമായും അവിടുന്ന് ഏറ്റുവാങ്ങി. എന്തൊക്കെ പരീക്ഷണങ്ങൾ! കുത്തുവാക്കുകൾ, അസഭ്യങ്ങൾ കേൾക്കേണ്ടി വന്നു, ഭ്രാന്തൻ എന്ന വിളി കേൾക്കേണ്ടി വന്നു, പലതും കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ ആ ഉത്തരവാദിത്തം കളങ്കപ്പെടുത്താതെ, വീഴ്ച വരുത്താതെ അത് നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങിയത്. അതൊക്കെ ചരിത്രങ്ങളായി, കഥകളായി, വികാരം ഇളക്കിവിടുന്ന കാര്യങ്ങളായി കേൾക്കാനുള്ളതല്ല. അതിലേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും അടുത്തറിയാനും പിൻപറ്റാനുമുള്ള കാര്യങ്ങളാണ്. നാലാമത്തേത്, ലക്ഷക്കണക്കിന് സ്വഹാബികൾ ഒന്നും നോക്കാതെ, അവർക്ക് വന്ന കുറവുകൾ നോക്കിയിട്ടില്ല, അവർ നേരിട്ട പരീക്ഷണങ്ങളെ അവർ വകവെച്ചിട്ടില്ല, അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ അവർ നോക്കിയിട്ടില്ല. ലക്ഷക്കണക്കിന് സ്വഹാബികൾ മക്കയിലും മദീനയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരത്ത് നിന്ന്, ചുറ്റിലും നിന്ന് അവിടുന്ന് പിൻപറ്റാനും മാതൃകയായി സ്വീകരിക്കാനും അവിടുന്ന് സംരക്ഷിക്കാനും അവിടുന്ന് അനുമതിയിടുമ്പോഴേക്ക് ഓടിയെത്താനും തയ്യാറായെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ എത്ര പിന്നിലാണ്, നമ്മൾ എവിടെയാണ്? ആ സ്വഹാബികൾ ചെലവഴിച്ചതിൻ്റെ അടുത്തേക്കെത്താൻ, അവർ ചെയ്തതിൻ്റെ അരികിലേക്കെത്താൻ നമുക്ക് സാധിക്കും. നമ്മൾ എത്ര ചെലവഴിച്ചാലും, ഉഹുദ് മലയോളം ചെലവഴിച്ചാലും അവർ കൊടുത്തതിന് എത്തുകയില്ല എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൗകര്യവും സംവിധാനവും മെച്ചവും പുരോഗതിയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ അതിന് തുനിഞ്ഞെങ്കിൽ, അതിന് തയ്യാറായെങ്കിൽ, നമുക്കാവശ്യമുള്ളതെല്ലാം കൺമുമ്പിൽ ലഭ്യമായ ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനും അടുത്തറിയാനും സ്നേഹിക്കാനും നാം തയ്യാറാകുന്നില്ലെങ്കിൽ, വിശ്വാസികളെ എന്ന വിളി കേൾക്കുന്ന നമ്മുടെ മനസ്സ് പാകപ്പെടുന്നില്ല എങ്കിൽ എന്താണ് അവസ്ഥ? അഞ്ചാമത്തേത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രവാചകരെ, നാം നിങ്ങളെ പറഞ്ഞയച്ചത് ലോകത്തിന് കാരുണ്യമായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ടത് കാരുണ്യമാണ്, വെറുപ്പ് കാണിച്ചത് കാരുണ്യമാണ്, ചിരിച്ചത് കാരുണ്യമാണ്, പുഞ്ചിരിച്ചത് കാരുണ്യമാണ്, മിണ്ടാതിരുന്നത് കാരുണ്യമാണ്, മിണ്ടിയത് കാരുണ്യമാണ്, അവിടുന്ന് യുദ്ധത്തിലേർപ്പെട്ടത് കാരുണ്യമാണ്. എന്താ ഇല്ലാത്തത്? എല്ലാം റഹ്മത്താണ്. റഹ്മത്തല്ലാത്ത ഒന്നുമില്ല. അത് ചില ആളുകളെ തലയിലേക്കത് കയറൂല. കാരണം അതിനു മാത്രം അവരുടെ ബുദ്ധി വളർന്നിട്ടില്ല. അതാണ്, അത്രേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നിലക്കും കാരുണ്യമാണെന്ന് കേട്ടാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, കുരച്ചു ചാടുന്ന ആളുകളുണ്ട്. അത് അവരുടെ ഒരു പോരായ്മയാണ്, എല്ലാവരുടെയല്ല, അവരുടെ ഒരു വൈകൃതമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക, അവഹേളിക്കുക, അതിൽ മാത്രം പേര് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവിടുന്ന് റഹ്മത്താണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന. ആണോ? വിശ്വാസികൾക്കാണ്, ഈമാനുള്ളവർക്കേ ഇത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ലോകത്തെല്ലാവർക്കും ഇത് ദഹിക്കൂല. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് ഇത് വല്ലാത്ത അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും വിശ്വാസമുള്ളവർ ഇതിൻ്റെ വാഹകരായി, ഇതിൻ്റെ യഥാർത്ഥ അവകാശികളായി നിലകൊള്ളുന്നതും. അത് റബ്ബ് കണക്കാക്കിയതാണ്. സഹോദരങ്ങളെ, അതിൽ ഒരു ഇടം പിടിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 5 കാര്യങ്ങളെ നമ്മൾ മനസ്സിലിങ്ങനെ ഓർത്തെടുക്കുക. ഇനി നോക്കൂ നിങ്ങൾ, ഈ നിലക്കുള്ള അനുധാവനവും അനുസരണവും നിലനിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിന് പകരം മറ്റൊരു രീതിയാണ് സമൂഹം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു പ്രത്യേക രൂപത്തിലുള്ള സ്നേഹപ്രകടനം സമൂഹത്തിൽ വല്ലാതെ ലയിച്ചു ചേർന്നിട്ടുണ്ട്. അതെവിടുന്ന് വന്നു എന്നതുകൂടി ഈ വിഷയത്തിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് ഒരു ഈദ്, ഒരാഘോഷമായിരുന്നെങ്കിൽ അതാദ്യം നമ്മളോട് പറയുക വിശുദ്ധ ഖുർആനാണ്. എന്തുകൊണ്ട്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾക്ക് മാതൃകാപൂർണമാണ് എന്നാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്. അതല്ലാത്ത മറ്റൊരു പ്രയോഗമല്ല. ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃക. മറ്റൊരായത്ത് വമാ ആതാകുമുർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് തന്നത് അതിനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. വമാ നഹാകും അൻഹു, അവിടുന്ന് എന്താണോ നിങ്ങളോട് വിലക്കിയത് അത് നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കാലും പ്രവൃത്തിയാലും അംഗീകാരത്താലും നൽകിയ കാര്യങ്ങൾ എന്താണോ അതിനെയാണ് എടുക്കേണ്ടത്, അല്ലാത്തത് ഒഴിവാക്കണം. അപ്പൊ ഖുർആൻ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ ഒരു സെക്കൻഡെങ്കിലും നിങ്ങൾ ആഘോഷമായി എടുക്കണം എന്ന് വ്യക്തമായോ സൂചനയിലൂടെയോ പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിൽ എവിടെയും ഇല്ല. എന്നിട്ടും ചില ആയത്തുകൾ നമ്മൾ കേൾക്കുകയാണ്. ഖുൽ ബിഫദ്ലില്ലാ എന്ന ആയത്ത് സൂറത്ത് യൂനിസിലെ ആയത്താണ്. ആയത്തിന്റെ ബന്ധം എന്തുമായിട്ടാണ്? വിശുദ്ധ ഖുർആനുമായിട്ടാണ്, അള്ളാഹുവിന്റെ ദീനുമായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമല്ല അതിലെ പ്രധാന ചർച്ച. അവിടുന്നിന്റെ ജനനവുമായി ബന്ധപ്പെട്ടല്ല ചർച്ച. ഖുർആൻ എന്ന ഫള് നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ആ ഖുർആൻ നിങ്ങൾ ഓതി പഠിക്കണം, അതനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ്. ആ ആയത്ത് എങ്ങനെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാകുക? അഹ്ലുസുന്ന വൽ ജമാഅയുടെ മുഫസ്സിറുകൾ ആരും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആനിന്റെ വ്യാഖ്യാനം, ഓരോ ആയത്തിന്റെയും വ്യാഖ്യാനം ഓതി ചോദിച്ച് പഠിച്ച ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവരാരും ഇത് പഠിപ്പിച്ചിട്ടില്ല.